ജമ്മു കാശ്മീരിൽ എത്ര വർഷത്തിന് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? 10 വർഷം. 2014 അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്നത്. BJP സഖ്യമാണ് അധികാരത്തിലെത്തിയത്. 2024 ഓഗസ്റ്റ് 19 ഇന്ത്യൻ സമയം രാത്രി 11:56 ആകാശത്തിൽ ദൃശ്യമായ ചാന്ദ്രവിസ്മയം, സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ. 3 ദിവസത്തേക്ക് പ്രതിഭാസം ദൃശ്യമായിരുന്നു. ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനെ ആണ് സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത്. 4 പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനെയാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വയോജനങ്ങൾക്ക് പ്രമേഹ പരിഹാരാർത്ഥം സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി വയോമധുര. BPL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന ഗ്ലൂക്കോമീറ്ററും പരിശോധനയ്ക്കാവശ്യമായ സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. പുതിയ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രി പെയ്തോങ് താൻ ഷിനാവത്രെ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയും രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയുമാണ് 37-കാരിയായ പെയ്തോങ് താൻ. US ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹാവൽ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റർബിംഗ് ദി പീസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ എഴുത്തുകാരി അരുന്ധതി റോയ്. $500 സമ്മാനത്തുക. ഏറ്റവും കുറഞ്ഞ അളവിൽ ഹരിതഗ്രഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിന് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ലെവൽ 5 അക്രഡിറ്റേഷൻ ലഭിച്ച രാജ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. ഏഷ്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ വിമാനത്താവളമാണ്. 2024 ആഗസ്റ്റ് 17 കൊല്ലവർഷം 1200 ചിങ്ങം 1-ാം തീയതി കൂടിയായിരുന്നു. എന്തായിരുന്നു ഈ ദിനത്തിൻ്റെ പ്രാധാന്യം? കൊല്ലവർഷപ്രകാരമുള്ള 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷത്തിൻ്റെ തുടക്കം. വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് കോഡിയുടെ എത്രാമത്തെ പതിപ്പാണ് ഓഗസ്റ്റ് 17 ന്യൂഡൽഹിയിൽ നടന്നത്? 3-ാമത്തെ. വെർച്വലായി നടന്ന ഉച്ചകോടിക്ക് ഇക്കുറി ഇന്ത്യ ആതിഥ്യം വഹിച്ചു. അടുത്തിടെ അന്തരിച്ച അലൻ ഡെലൻ 88 ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഫ്രഞ്ച് ചലച്ചിത്ര നടൻ. 1960-80 കാലത്ത് യൂറോപ്യൻ ചലച്ചിത്ര രംഗത്തെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു. മസ്തിഷ്കാഘാതം സംഭവിക്കുന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന കുഞ്ഞൻ റോബോട്ടിനെ അടുത്തിടെ ചെന്നൈയിൽ വികസിപ്പിച്ചു. എന്താണ് പേര്? ഫ്ലൂട്ടോ. മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്നാണ് ഈ റോബോട്ടിനെ വികസിപ്പിച്ചത്. മലയാള ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായുള്ള കമ്മിറ്റി രൂപീകരിച്ചത് ഏത് വർഷമാണ്? 2017. കേരള ഹൈക്കോടതി മുൻ ജഡ്ജി K. ഹേമ അധ്യക്ഷനായ സമിതിയിൽ നടി ശാരദ, മുൻ IAS ഉദ്യോഗസ്ഥനായ KB വത്സലകുമാരി എന്നിവരായിരുന്നു അംഗങ്ങൾ. UN-ലെ ഇന്ത്യയുടെ സ്ഥിര പ്രതിനിധിയായി നിയമിതനായത് പർവതനേനി ഹരീഷ്. രുചിര കാംബോജ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. മധ്യപ്രദേശ് സർക്കാരിൻ്റെ 2023 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ ഗായിക KS ചിത്ര. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്തിടെ അന്തരിച്ച മരിയ ബ്രന്യാസ് എങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത്? ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന നിലയിൽ. പാകിസ്ഥാൻ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര്? ഷഹീൻ 2. കേരളത്തിൻ്റെ ലോകായുക്തയായി ചുമതലയേറ്റത് ജസ്റ്റിസ് N. അനിൽകുമാർ. കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയും കിളിമാനൂർ സ്വദേശിയുമാണ് അനിൽകുമാർ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ഹൈടെക് മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചത് എവിടെ? ബാംഗ്ലൂർ. വിജയനഗർ മെട്രോ സ്റ്റേഷന് സമീപമുള്ള മാർക്കറ്റിൻ്റെ പേര് കൃഷ്ണദേവരായ പാലിക്കെ ബസാർ. 16-ാം നൂറ്റാണ്ടിലെ വിജയനഗര രാജാവാണ് കൃഷ്ണദേവരായർ. സംസ്ഥാനത്ത് എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ? 49. ഭർത്താവ് കൂടിയായ V. വേണു വിരമിച്ച ഒഴിവിലാണ് തിരുവനന്തപുരം തൈക്കാട് സ്വദേശിയായ ശാരദാ മുരളീധരൻ നിയമിതമായത്.
കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം വകുപ്പുകളുടെ കേന്ദ്ര സഹമന്ത്രിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കണ്ടെത്തിയ പർവ്വതങ്ങൾക്ക് ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി നൽകിയ പേര്? അശോക സീ മൗണ്ട്, ചന്ദ്രഗുപ്ത റിഡ്ജ്, കൽപ്പ-തരുറ റിഡ്ജ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ രൂപവത്കരിക്കുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചത്? 5.